ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂർ ചേരുകയാണ്. സുനിൽ, UDF ഇന്നില്ല, മറിച്ച് ചില അനൌദ്യോഗികമായ ചർച്ചകൾ മാത്രമാണ് അവിടെ രൂപപ്പെടുന്നത്. അങ്ങനെ ലീഗുമായുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നതെന്നാണ് ഇറങ്ങി വന്ന കുഞ്ഞാലിക്കുട്ടി നമ്മളോട് പറഞ്ഞത്. എന്തൊക്കെ വിവരങ്ങൾ? അജിംഷാദ്, അത് അത്തരത്തിൽ അനൌദ്യോഗികമായിട്ടുള്ള കൂടിക്കാഴ്ചകളാണ് എന്ന് പറഞ്ഞത്. UDF ചേരാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധികൾ ആരും എത്തിച്ചേരാത്തത് കൊണ്ടാണ് ഇപ്പോൾ അനൌദ്യോഗികമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയ ശേഷം ഇപ്പോൾ ലീഗ് നേതാക്കൾ പുറത്തേക്ക് പോയിട്ടുള്ളത്. അവർ വീണ്ടും വരുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഉണ്ടായിരുന്ന UDFിലെ മറ്റ് ഘടകകക്ഷികൾ എടുത്ത തീരുമാനം KM മാണിയെ അറിയിക്കും. KM മാണി അതിനെന്ത് മറുപടി പറയുന്നു അതനുസരിച്ചായിരിക്കും വീണ്ടും നേതാക്കൾ വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും UDF ചേരുന്നതിന് പോലും അനിശ്ചിതത്വം സൃഷ്ടിച്ചുകൊണ്ടാണ് KM മാണി ഇപ്പോൾ ശക്തമായിട്ടുള്ള സമ്മർദ്ദ തന്ത്രത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കാരണം UDFിൽ പങ്കെടുക്കേണ്ട KM മാണിയോ കേരള കോൺഗ്രസ് എമ്മിലെ നേതാക്കളോ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി മറ്റ് ഘടകകക്ഷി നേതാക്കളെല്ലാം എത്തുകയും അവർ കൂടിക്കാഴ്ച നടത്തി അവരുടെ നിലപാടുകൾ അറിയിച്ച ശേഷം മടങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനി ഇക്കാര്യങ്ങളെല്ലാം തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വത്തെ, പ്രത്യേകിച്ച് മാണിയെയും PJ ജോസഫിനെയും അറിയിക്കുന്ന ചുമതലയാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ശേഷം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആ ചുമതല നിർവഹിച്ച ശേഷം മാണി എന്തു പറയുന്നു അതനുസരിച്ച് വീണ്ടും ചേരാമെന്നാണ് ഇപ്പോൾ ലീഗ് നേതാക്കൾ നിലപാട് അറിയിച്ചിട്ട് അവർ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇനി എന്തായാലും മാണി തന്നെയാണ് തീരുമാനം പറയേണ്ടത്. സുനിൽ, അതായത് ഇടഞ്ഞു നിൽക്കുന്ന മാണിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അടിത്തട്ടിൽ നടക്കുന്നത്. അത്തരം കൂടിയാലോചനകൾക്ക് ശേഷം മാണി വരാൻ തയ്യാറായാൽ ലീഗ് തിരിച്ചെത്താം, അങ്ങനെ UDF കൂടാം. ഇതാണോ അവരുടെ തീരുമാനം? ഒരുപക്ഷെ സുനിൽ തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. UDF യോഗം പോലും ചേരാൻ പറ്റാത്ത വിധമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നതെന്ന്. കുഞ്ഞാലിക്കുട്ടി അതിനെന്ത് മറുപടി പറഞ്ഞു സുനിൽ? അനിശ്ചിതത്വം സൃഷ്ടിച്ചുകൊണ്ടാണ് KM മാണി ഇപ്പോൾ സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ചിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. കാരണം UDFിനകത്ത് എന്ത് ചർച്ച ചെയ്യട്ടെ, നിങ്ങൾ എന്ത് തീരുമാനമെടുക്കുക അതെന്നെ അറിയിക്കുക, അതിനുശേഷം അതായത് ഏറ്റവും പുതിയ നിലപാടുകളിലേക്കാണ് കാര്യങ്ങളിൽ എത്തുന്നത് സുനിൽ. അതായത് സർക്കാർ തന്നെ രാജിവെക്കണം എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന വലിയ ഭീഷണിയുടെ സമ്മർദ്ദത്തിന്റെ സ്വരമാണ് KM മാണിയുടെ പക്ഷത്ത് നിന്നെത്തുന്നത്. അതായത് സുനിൽ, കുഞ്ഞാലിക്കുട്ടി അത് വ്യക്തമാക്കി, UDF ചേരുന്നില്ല, അനൌദ്യോഗികമായ ചർച്ചകളാണെന്ന്. തീർച്ചയായും UDF ചേരാനാകാത്ത സാഹചര്യത്തെ സംബന്ധിച്ച് സുനിൽ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതും അത് ശരിവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ മാണിയെ അനുനയിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ നിലപാട്. മാണിയെ അനുനയിപ്പിക്കാനായി എത്തിയപ്പോൾ മാണി പറയുന്നത് സർക്കാർ തന്നെ രാജിവെക്കണം എന്നതിലേക്കാണ് മാണി മുമ്പോട്ട് വെക്കുന്ന നിലപാടെന്ന് ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമുക്ക് വാർത്തയായി എത്തുന്നത്. സുനിൽ, തീർച്ചയായും അത് തന്നെയാണ്. കാരണം മാണി കൂടുതൽ ശക്തനായിക്കൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് എതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും VS ശിവകുമാറിനെതിരെയും K ബാബുവിനെതിരെയും ആരോപണം ഉയർന്ന സാഹചര്യം, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് താൻ മാത്രം എന്തിനാണ് രാജിവെക്കുന്നത്, ഈ സർക്കാർ ഒന്നടങ്കം രാജിവെക്കേണ്ടതല്ലേ എന്നുള്ള തരത്തിൽ സർക്കാർ ഒന്നടങ്കം രാജിവെക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ആവശ്യത്തിലേക്കാണ് KM മാണി പോയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വെല്ലുവിളിയുടെ ഭാഗത്താണ് ഇപ്പോൾ മാണി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഒരു നിർദ്ദേശം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ UDF യോഗത്തിൽ പോലും പങ്കെടുക്കാതെ KM മാണി മാറി നിൽക്കുന്ന ഒരു കാഴ്ച. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് UDFിൽ മറ്റ് നേതാക്കളെല്ലാം മറ്റ് ഘടകകക്ഷി നേതാക്കൾ അവരുടെ നിലപാട് അറിയിച്ച ശേഷം ഇവിടെ നിന്ന് മടങ്ങിപ്പോയിരിക്കുന്നത്. ഇനി മാണി എന്ത് തീരുമാനം പറയുന്നു അതിനുശേഷം UDF ചേരാം എന്നാണ് ഇപ്പോൾ ലീഗ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റ് ഘടകകക്ഷികളും മാണിയുടെ നിലപാടിനായി കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും VM സുധീരനും അടക്കം മാണിയോട് ഇപ്പോൾ ടെലിഫോണിൽ സംസാരിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ഈ ടെലിഫോൺ സംഭാഷണത്തിൽ നേരത്തെ ടെലിഫോൺ വിളിച്ചപ്പോഴാണ് ഇത്തരത്തിൽ മാണി കടുത്ത നിലപാടിലേക്ക് പോകുന്നത്. സർക്കാർ തന്നെ രാജിവെച്ച് ഒഴിയട്ടെ എന്നുള്ള ഒരു തീരുമാനമാണ് പോകുന്നത്. കാരണം നേരത്തെ PJ ജോസഫിനെയും തോമസ് ഉണ്ണിയാടനെയും അടക്കം രാജിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് പോയെങ്കിൽ അത് നിന്ന് ഇപ്പോൾ വലിയൊരു സമ്മർദ്ദ തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. കാരണം ഭൂരിപക്ഷം എന്നുള്ള ആ ഒരു ഭൂരിപക്ഷ സീറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് കൃത്യമായി KM മാണി സർക്കാർ രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യകതയിലേക്ക് പോയിരിക്കുന്നു. അജിംഷാദ്, തീർച്ചയായും സുനിൽ, ദിനകറിലേക്ക് എത്തിയാൽ ദിനകർ സമഗ്രമായ ഡെവലപ്മെന്റ്സ് ആണ് ഇപ്പോൾ നടക്കുന്നത്. മാണിയുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ സമ്മർദ്ദമാണ് മാണി മുമ്പോട്ട് വെക്കുന്നത്. സർക്കാരിനെതിരെയും സർക്കാർ തന്നെ രാജിവെക്കണമെന്നത്, അതായത് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഒന്നും പറഞ്ഞാൽ, ഒരു എസ്റ്റേറ്റും പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന നിലപാടിലേക്ക് മാണി പോകുന്നു. പക്ഷേ മാണിക്ക് ഇങ്ങനെ എടുക്കാനുള്ള ധാർമ്മികത ഏതർത്ഥത്തിൽ ലഭിച്ചു എന്നത് ഒരു പക്ഷേ
സോളാർ അടക്കമുള്ള വിഷയങ്ങളിൽ, ടൈറ്റാനിയം പാമോയിൽ അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടി അത്തരത്തിൽ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നു. ദിനകർ, സമഗ്രമായ വിലയിരുത്തലുകളിലേക്ക്. അജിംഷാദ്, സർക്കാരിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തൻ്റെ നിലപാട് അംഗീകരിപ്പിച്ചെടുക്കുക എന്ന തന്ത്രമാണ് കെ എം മാണി പയറ്റുന്നത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. കാരണം UDF യോഗം 9 മണിക്ക് ചേരും എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ ഘട്ടത്തിലാണ് കെ എം മാണി ഇന്ന് UDF യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. അതും ഒരു സമ്മർദ്ദതരത്തിൻ്റെ ഭാഗമായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ പുറത്തേക്ക് പോവുകയും ചെയ്തു. അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിലപാട് കെ എം മാണി രാജിവെക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതേസമയം അത്തരത്തിലുള്ള നിലപാടുകൾ ഒറ്റക്കെട്ടായി പുറത്തു വരണം. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അടക്കമുള്ള നിലപാടുകൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള രീതിയിൽ തന്നെ പുറത്തു വരണം എന്നുള്ള ഒരു നിലപാടാണ് അവർ മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചത്. മറിച്ച് ഏതെങ്കിലും ഘടകകക്ഷികൾ മാത്രമായി രാജി ആവശ്യം എന്നുള്ള ഒരു നിലപാട് പുറത്തു വരാൻ പാടില്ല. കോൺഗ്രസിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയും നിലപാട് ഒരേ രീതിയിലായിരിക്കണം എന്നുള്ള ഒരു നിലപാടാണ് അവർ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചത്. കെ എം മാണി പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെയാണ് ഓരോ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി തീർത്തത്. ഒരുപക്ഷെ കെ എം മാണി ഗ്രൂപ്പ് യോഗം ചേർന്ന ശേഷം അവരുടെ നിലപാട് എന്ത് എന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ UDF യോഗം ചേരുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ മാണിയെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ മാണി രാജിവെക്കേണ്ടതില്ല എന്ന മുഖ്യമന്ത്രിയുടെ നേരത്തെയുള്ള പരാമർശം അക്ഷരാർത്ഥത്തിൽ മാണി അത് തിരിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. താൻ രാജിവെക്കേണ്ടതില്ല, രാജിവെക്കുകയാണെങ്കിൽ സർക്കാർ ഒന്നടങ്കം രാജിവെക്കാം എന്നുള്ള ഒരു ഭീഷണിയാണ് മാണി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഭീഷണിയുടെ മുന്നൊരുക്കം എന്ന് തന്നെയാണ്. UDF യോഗത്തിന് കെ എം മാണി പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ മാണി കേരള പങ്കെടുക്കുന്നില്ല എന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ആ സമ്മർദ്ദത്തിന്റെ തുടക്കം പരസ്യമായി തന്നെ മാണി നൽകാൻ ധൈര്യപ്പെടുന്നു എന്നതാണ് വായിച്ചെടുക്കേണ്ടത്. ദിനകർ, അജിംഷാദ്, ഇക്കാര്യത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയല്ല ഇന്ന്. ഒരു 8 മണിയോടുകൂടി കാര്യങ്ങൾ മാറിമറിയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. കെ എം മാണി കോടതിയുടെ വിധിപ്പകർപ്പ് എടുക്കുന്നു. തനിക്കെതിരെ പ്രത്യേകിച്ച് പരാമർശങ്ങൾ അതിലില്ല, അത് വിജിലൻസിനെതിരായിട്ടുള്ള പരാമർശങ്ങളാണ് ഉള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ താൻ രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് കെ എം മാണി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം മാണി ഗ്രൂപ്പിൽ തന്നെ 2 അഭിപ്രായങ്ങൾ ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളും പുറത്തു വരികന്നു. താൻ രാജിവെക്കില്ല എന്നാണ് PJ ജോസഫ് വ്യക്തമാക്കുന്നത്. മാണിക്കെതിരായ പരാമർശത്തിൽ താൻ രാജിവെക്കേണ്ടതില്ല, അങ്ങനെ താൻ രാജിവെക്കുകയാണ് എങ്കിൽ അത് തൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ തനിക്ക് ദോഷം ചെയ്യും, താനും കൈക്കൂലി വാങ്ങി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മാണി ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഒരു ആന്തരിക സംഘർഷം നിലനിൽക്കുകയാണ്. എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏത് ഭാഗത്ത് നിൽക്കണം എന്നത് സംബന്ധിച്ച് MLA-മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണ്. ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവർക്കും ആകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മാണി രാജിവെക്കണം എന്നുള്ള അഭിപ്രായം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ തന്നെയുള്ള MLA-മാർക്കുണ്ട്. പക്ഷേ അത് പരസ്യമായി പ്രകടിപ്പിക്കാനോ മാണിയെ ധിക്കരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യവും ചിലരും 8 MLA-മാരിൽ ഉൾപ്പെടുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഒരു വിഭാഗം, അതായത് 3 MLA-മാർ ജോസഫിനൊപ്പം നിൽക്കുമ്പോൾ CF തോമസ് കൂടി ആ നിലപാടിന് അനുകൂലമായി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കാര്യങ്ങൾ മാറിമറിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നും വ്യക്തമാവുകയാണ്. അതേസമയം ഈ ഒരു ഘട്ടത്തിലും കൂടുതൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാനോ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം തയ്യാറാകുന്നില്ല എന്നതും വളരെ സുവ്യക്തമാണ്. അജിംഷാദ്.